കാസർഗോഡ് മുംബൈ കൂട്ടായ്മയുടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, നമ്മുടെ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട MP, അതുപോലെ തന്നെ ബഹുമാന്യനായ കാസർഗോഡ് മണ്ഡലം MLA ശ്രീ നെല്ലിക്കുന്ന് സാർ, അതുപോലെ തന്നെ ഉദുമ MLA ശ്രീ കുഞ്ഞമ്പു, അതുപോലെ തന്നെ മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, മറ്റു പ്രിയപ്പെട്ട പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഒരുപാട് ആളുകളുണ്ട്. അതുമാത്രമല്ല, സമയം അതിക്രമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രതിപാദിക്കണമെന്നുണ്ടായിരുന്നു. കാസർഗോഡ് നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് കാസർഗോഡിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന നിലയ്ക്ക് കാസർഗോഡ് ഒരുപാട് പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്ന നിലയ്ക്ക് അത് നിങ്ങളോട് അതിൻ്റെ ഒരു ആശയവിനിമയം നിങ്ങളുടെ കൂടെ ചർച്ച ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ മാറുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ, അതിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ നമ്മുടെ ഈ ബോംബെ കാസർഗോഡ് കൂട്ടായ്മയ്ക്ക് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ കാസർഗോഡ് ചെയ്യാനുണ്ട്. കാസർഗോഡിന് ഇപ്പോൾ ഒരു ടൈറ്റിൽ നമ്മൾ എടുത്തിരിക്കുകയാണ്. കാസർഗോഡ് പാങ്ങുള്ള ബജാർ, ചേലുള്ള ബജാർ എന്നുള്ള ടൈറ്റിലിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാസർഗോഡ് ഒരു ബീച്ച് ഫെസ്റ്റ് നടത്തണമെന്ന്, നമ്മുടെ കടപ്പുറം ബീച്ച് ഫെസ്റ്റ് നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതൊക്കെ നിങ്ങളെ കൂടെ ചർച്ച ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് സമയം നമുക്കില്ല. ഇനി ഏതെങ്കിലും അവസരത്തിൽ നമുക്ക് അതിനുള്ള സമയം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് നമുക്ക് കാസർഗോഡിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള പിന്തുണ നമ്മുടെ ഈ കാസർഗോഡ് കൂട്ടായ്മയിൽ കൂടി ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ നമ്മളുടെ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഈ കൂട്ടായ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഈ 2 ദിവസം മുമ്പ് ഒരു പരിപാടിയിലേക്ക് പങ്കെടുത്തിരുന്നു. അതിൽ ആ കൂട്ടായ്മയിൽ 250 പേരാണെന്നുണ്ടായ കൂട്ടായ്മ 250 ആൾ അവരുടെ മെമ്പറായിട്ടുണ്ടായിരുന്നു. അവർ ആ 250 ആളുകളും മാസത്തിൽ 2000 രൂപ വെച്ച് പിരിവിച്ചുകൊണ്ട് അവർ വലിയ ഒരു കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ, പക്ഷേ കാസർഗോട്ടെ ജനങ്ങളിലേക്ക് അങ്ങോട്ടേക്ക് അവർ എത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ എത്തിക്കാൻ, അറിവ് എങ്ങനെ ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അവർ ജനങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവർ എത്രയോ വർഷങ്ങളായിട്ട് 250 പേര് 2000 രൂപ വെച്ച് ഒരു മാസത്തിൽ 5 ലക്ഷം, ഒരു കൊല്ലത്തിൽ 84 ലക്ഷം രൂപ, 60 ലക്ഷം രൂപ വരെ ആവുന്ന സഹകരണങ്ങൾ അവർ ചെയ്തുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക്, ബോംബെയിലെ കൂട്ടായ്മയ്ക്ക് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് ചെയ്യാൻ സാധിക്കട്ടെ. സമയപരിമിതി കൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാസർഗോഡ് മുംബൈ കൂട്ടായ്മയ്ക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ചെയ്യുക.